പൂരങ്ങളുടെ നാട്ടിലെത്തി പൂരക്കളിയുടെ ആവേശം നിറച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ആലുവയിലെ മിടുക്കന്മാർ. കല ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്ന് ഈ വിദ്യാർത്ഥികൾ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വാസുദേവാ വരികരം കരിപ്പൂരക്കളിമേളം ചെറുവാൻ കണ്ണനുണ്ണീ ഗോപാലൻ പൂരങ്ങളുടെ നാട്ടിൽ പൂരക്കളിയുമായി വന്നിരിക്കുകയാണ് എറണാകുളത്തെ ഈ മിടുക്കന്മാർ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞങ്ങൾ എറണാകുളം ജില്ലയിലെ ആലു ഉപജില്ലയിലെ വിദ്യാധിരാജ വിദ്യാഭവൻ HSS നിന്നാണ് വന്നിരിക്കുന്നത്. ഈ പൂരക്കളി അത് ആയോധന കലയുമായി വളരെ ബന്ധമുള്ളൊരു കലാരൂപമാണ്. ഇത് പഠിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ശരീരത്തിനൊക്കെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചായിട്ട് തോന്നി? പിന്നെ നല്ലോണം വേർക്കും. പിന്നെന്താ, ചിലവർ നല്ല വണ്ണൊക്കെ ആയിട്ടായിരുന്നു അതിനകത്ത് കയറിയത്. പിന്നെ അത് ബോഡിയൊക്കെ നല്ല ഫിറ്റായി. പിന്നെ നമ്മളുടെ ഫിസിക്കൊക്കെ നല്ല സെറ്റപ്പായി. ഓക്കെയാണ്. അതെ അല്ലേ? ഈ പൂരങ്ങളുടെ നാട്ടിൽ പൂരക്കളി അതിനെന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? പൂരങ്ങളുടെ നാട്ടിൽ പൂരക്കളി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഇത് കാണാൻ വരും. പിന്നെ നമ്മൾ വേറെ ഇപ്പോൾ ജില്ലകളിൽ പോയി കളിക്കാൻ പോലെയല്ല തൃശ്ശൂർ വരുമ്പോൾ ഒരുപാട്. പൂരക്കളിയിൽ നിങ്ങൾ ഗംഭീരമായിരുന്നു. ഈ പഠന കാര്യത്തിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ്? പഠന കാര്യത്തിൽ എല്ലാവരും നല്ല രീതിക്ക് തന്നെ പഠിക്കും. കുട്ടികളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. ഒന്ന് രണ്ട് പേരൊഴിച്ച് എങ്കിലും എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കും. വ്യത്യസ്തമായ രീതിയിൽ മികവ് പുലർത്തുന്നവർ, വ്യത്യസ്തമായ രീതിയിൽ തന്നെ മികവ് പുലർത്തുന്നവരാണ്. പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ കലാരൂപത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തവരാണ് അവർ. അപ്പോൾ അവരുടെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയതും നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കാൻ പറ്റിയതും. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇനി ഓക്കെ ഇത്രയും അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു പരിശ്രമത്തിൻ്റെ ഫലവും ആണ്. എന്തായാലും പഠനത്തിന് ഈ പൂരക്കളിയുടെ ഭാഗമായതുകൊണ്ട് ഇവർക്ക് അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്. ഭാവിയിലാണെങ്കിലും നല്ലൊരു കരിയർ ഗ്രോത്തിന് ഇവർക്ക് എക്സ്ട്രാ കരിയർ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നല്ലൊരു കാര്യമാണ് കുട്ടികൾക്ക് കലാപരമായി. അതായത് മാഷ് ഇവിടെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പ്രത്യേകം ഓഫർ ചെയ്തിരുന്നോ? ചെറുതായിട്ടൊക്കെ ചെലവ് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. ചെറുതായിട്ടൊക്കെ ചെലവ് ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. വലുതായിട്ട് ചെലവ് ചോദിക്കരുതെന്ന് പറഞ്ഞല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ഈ തൃശ്ശൂരിൽ കാണണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, കണ്ടിട്ടുണ്ട് മിക്കതും. ഏതെങ്കിലും സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമാണ്? പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണണമെന്നില്ല. എന്തായാലും കലോത്സവ വേദികൾ സന്തോഷം അല്ലേ? അതെ, നല്ല സന്തോഷം. ഈ പെർഫോമൻസ് ഇവരുടെ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും സന്തോഷത്തിലാണ് ഈ കൂട്ടുകാർ. ആയോധന കല വിഭാഗത്തിൽപ്പെട്ട ഈ പൂരക്കളി അവരുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്നതാണ്. ഇത് അവരുടെ ജീവിതത്തിൻ്റെ തുടർ ഭാഗമാക്കാൻ കൂടി തന്നെയാണ് ഇവരുടെയൊക്കെ തീരുമാനം.